ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ വിക്കീൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം ഇവിടെ ആഘോഷമൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിലായതുകൊണ്ട് തന്നെ എല്ലാവരും വിളിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതായത് വിക്കീൻ്റെ 4ാമത്തെ വയസ്സിലാണ് ഇവിടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇപ്പം 8th ബർത്ത്ഡേ ആണത്. അപ്പം എന്തായാലും നാട്ടിലല്ലേ, അപ്പം എല്ലാവരെയും കൂടെ വിളിച്ചിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ്, ഏട്ടൻ്റെ വീട്ടിലെയും എൻ്റെ വീട്ടിലെയും എല്ലാ റിലേറ്റീവ്സിനെ മാത്രമാണ്. പിന്നെ ഇവിടെ ഈ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരെയും കൂടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളത് റിട്ടേൺ ഗിഫ്റ്റൊക്കെ ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിയനും അനിയത്തിയും വിക്കിക്കുട്ടനും കൂടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ആകുമ്പം എല്ലാവരും വരുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ മാത്രമായിട്ട് റിട്ടേൺ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം US-ലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ എന്തായാലും ആഘോഷിക്കായിരുന്നെങ്കിൽ 3 പേരല്ലായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമായിരുന്നു, മലയാളി ഫ്രണ്ട്സൊക്കെ. പക്ഷേ എന്തായാലും ഈ സമയത്ത് നാട്ടിൽ വന്നതുകൊണ്ട് അങ്ങനെ നാട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും 4 വർഷത്തിന് ശേഷമാണ് എല്ലാവരും കൂടിയിട്ട് പിന്നെ ഇങ്ങനെ ആഘോഷിക്കുന്നത്. പിന്നെ മോളിൽ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവിടെ തന്നെയാണ് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഇവിടെ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം ഇവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം അത് എല്ലാവരും കൂടിയിട്ട് ബലൂൺ വീർപ്പിക്കലും സംഭവങ്ങളൊക്കെയാണ്, എല്ലാം സെറ്റാക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ബലൂൺ വെച്ചിരിക്കുകയാണ് ചെയ്യണത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ കിട്ടും, ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു സെറ്റായിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ മതി. പിന്നെ ഇത് എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വിക്കിക്കുട്ടനും റെഡിയായി. നമ്മൾ സ്പേസ് തീമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു തീമിലാണ് എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും പേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് എല്ലാവരെയും ഒരേപോലെ കിട്ടണമെന്നില്ല. എല്ലാവർക്കും ഇപ്പം ഈ ഒരു നേവി ബ്ലൂ കളർ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഉള്ളവരൊക്കെ എല്ലാവരും നേവി ബ്ലൂവിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 3 പേരാകുമ്പോൾ പിന്നെ ഫുൾ മാച്ചിങ് ആയിരുന്നല്ലോ, അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിപ്പം എല്ലാവരും കൂടിയിട്ടായതുകൊണ്ട് പല കളേഴ്സിലാണ് എന്തായാലും. പിന്നെ ഇത് അവിടെ റൗണ്ട് ടേബിൾ ആക്കിയിട്ടുണ്ട്. അതിപ്പം മറ്റേ ടേബിൾ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ കാറ്ററിങ്ങിൻ്റെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അവരാണ് വന്നിട്ട് ഈ ടേബിളൊക്കെ കൊണ്ടുവരിക. എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടാവും, ടേബിളും അതിൻ്റെ ഷീറ്റ്സൊക്കെ, ക്ലോത്തൊക്കെ. അപ്പം അത് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ അവിടെ ക്യാൻറ്റീൻ സംഭവങ്ങളും റെഡി ആവുന്നുണ്ട്, കാറ്ററിങ്ങിൻ്റെ ഫുഡൊക്കെ. പിന്നെ കേക്ക് വന്നിട്ടുണ്ട്. കേക്ക് ഒരു സ്പേസ് തീമിൻ്റെ തന്നെയാണ് കേക്ക്. നല്ല രസമായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ വടക്കഞ്ചേരിയിലെ ഒരു പീക്കോക്ക് എന്ന് പറയുന്ന കേക്ക് ഷോപ്പിൽ നിന്നാണ് ഇത് ചെയ്തെടുത്തത്. നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കേക്കിൻ്റെ ആ ഒരു പുറം ലെയറൊക്കെ ബ്ലൂ കളറിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു, നേവി ബ്ലൂ കളറിൽ. പക്ഷേ ഞാൻ അയച്ചു കൊടുത്ത പിക്ചറിൽ ഈ ബ്രൗൺ കളറായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒത്തിരി കേക്ക്സൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ നമ്മൾ നോക്കി വന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. പക്ഷെ എന്നാലും അത് കാണുമ്പോൾ നല്ല മാച്ചായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ജാനുട്ടിയും റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാനല്ല കേട്ടോ. ഇത്രയും വീഡിയോസ് എല്ലാം എടുത്തത്, ഈ ബർത്ത്ഡേയുടെ ഫുൾ വീഡിയോ എടുത്തത് അമ്മുവാണ്, ചേച്ചിയുടെ മോളാണ്. പിന്നെ നെബുലയുടെ ഒരു റോബോട്ട് വിക്കിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അനിയത്തി കൊടുത്തതാണ്. അപ്പം അതിനെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് ഫുൾ സ്പേസ് തീം ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലൈറ്റ് ഉള്ളപ്പം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിലൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾക്ക് വീഡിയോ ആണല്ലോ മെയിനായിട്ട് വേണ്ടത്, അതുകൊണ്ട് പിന്നെ ലൈറ്റൊക്കെ ഇട്ടു. ഇത് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഇത് വിക്കിൻ്റെ അമ്മായി ഗിഫ്റ്റ് കൊടുത്തതാണ് വിക്കിക്ക്. അപ്പോൾ എന്തായാലും ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഒത്തിരി പേരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും എല്ലാം ലേറ്റ് ആവണുണ്ട്. പിന്നെ എല്ലാവരെയും വിളിച്ച് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം കുട്ടികളെ സെറ്റിനെയൊക്കെ വിളിച്ച് ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. എല്ലാവരെയും കൂടെ നമുക്ക് ഫ്രണ്ടിൽ നിർത്താൻ പറ്റത്തില്ലല്ലോ, അത്രയും ആളുകളുണ്ടായിരുന്നു.
അപ്പോൾ ആദ്യത്തെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ഒരു കേക്കും കൂടിയിട്ടുണ്ട്. അപ്പം ചേച്ചി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനി അതിന് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേക്കിൽ ക്യാൻഡിൽ വെച്ചില്ല, കാരണം എന്താ വെച്ചാൽ റൗണ്ട് കേക്കല്ലേ, അപ്പോൾ ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ മാറിപ്പോകുമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ ഒരു രണ്ടാമത്തെ കേക്കിൽ ക്യാൻഡിലൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടാമത്തെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ജാനൂട്ടിൻ്റെ ക്ഷമയൊക്കെ പോകുന്നുണ്ട്, കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുകളിലായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടും അതുപോലെ എല്ലാവരും കൂടിയിട്ടൊക്കെ ആയപ്പം ജാനൂട്ടിക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനൊരു അനുഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പിന്നെ കരയാൻ തുടങ്ങി. അപ്പം നല്ലോണം പിന്നെ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചി പിന്നെ താഴോട്ട് എടുത്തുകൊണ്ട് പോയി. അവിടെ പിന്നെ ഫ്രീ ആണല്ലോ. അപ്പം അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കരച്ചിൽ നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു കേക്ക് കൂടെ ഉണ്ട്. അത് അച്ഛന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. ഞങ്ങൾ അച്ഛന് സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെയും കൂടെ ബർത്ത്ഡേ ആയിരുന്നു ആ ദിവസം. അപ്പം അച്ഛൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വിക്കിൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമായിരുന്നു അച്ഛൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മളോർത്തു എന്തായാലും വിക്കിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പം അതിനൊപ്പം ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് കേക്കൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛനത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെയും കേക്ക് കൂടെ കട്ട് ചെയ്യുകയാണ്. അച്ഛന് മാത്രമല്ല എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. കാരണം അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഡൗട്ടായിരുന്നു ഇതെന്താ അച്ഛൻ കേക്ക് മുറിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെയാണ് അച്ഛൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും മനസ്സിലായത്. ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പം ഇതേ എല്ലാം കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഫുഡിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇതേ എല്ലാവരും കൂടിയിട്ട് കൊച്ചുവർത്തവാനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇതിപ്പം യൂട്യൂബിലോട്ടാണ് പറഞ്ഞപ്പോഴാണ് എല്ലാവരും കുറച്ച് ചമ്മിയതുപോലെയൊക്കെ കാണിക്കണത്, യൂട്യൂബിലോട്ട് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഇതേ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റം ഓണായത്. അതുകൊണ്ട് എല്ലാവരും കൂടെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നതാണ്. ഇത്ര നേരം ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തൊന്നും പാട്ടൊന്നും വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൗണ്ട് സിസ്റ്റം പറഞ്ഞ ആൾ സുർജിൻ്റെ ഫ്രണ്ടാണ്. അപ്പം അവർ വരാൻ ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ നമ്മൾക്ക് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അവർ തന്നെയായിരുന്നു എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷൻ നമ്മൾക്ക് പണി കുറഞ്ഞ് കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് നല്ല എളുപ്പമായിരുന്നു എല്ലാം. പിന്നെ നമുക്കിപ്പം എന്തൊക്കെയാണ് ഭക്ഷണം എന്നുള്ളത് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ഇപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ ചിറ്റ, അതുപോലെ അമ്മായി, ചിറ്റയുടെ മക്കളുടെ മക്കളും ഒക്കെയാണ് എല്ലാവരും ഉള്ളത്. ദേ അമ്മു ആണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ നേരത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും അമ്മുവിനെയും മറ്റേ ചേച്ചിയുടെ മക്കൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവരെയൊക്കെ ഇപ്പോഴായിരിക്കും കാണുന്നത്. ഇത് എൻ്റെ അനിയത്തിയുടെ മോനാണ്. ബാക്കിയും ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നും എല്ലാവരെയും പരിചയപ്പെടുത്താനൊന്നും പറ്റില്ല. ഇതിപ്പം ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ കണ്ടപ്പം ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവരിവിടെ ഫോട്ടോ സെഷനൊക്കെ നടത്തി. പക്ഷേ ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ എല്ലാം തിരക്കും കഴിഞ്ഞ് ഞാൻ പിന്നെ ജാനൂട്ടിനെ ഓർക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ സമയമായി. ജാനൂട്ടി ഇല്ലാണ്ട് പിന്നെ ഫോട്ടോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല. പിന്നെ പിറന്നാൾ കഴിയുമ്പോഴത്തേക്കും വിക്കിയും ഭയങ്കര ബിസി ആയിരുന്നു. അപ്പം ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനും ഏട്ടനും അതുപോലെ സുർജിയും ജിനിയാണ്. അപ്പം ഞങ്ങൾ നല്ലവരും കൂടിയിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ മെനു പറയുമ്പം ബിരിയാണി ഉണ്ടായിരുന്നു, അത് വെജിൻ്റെ ബിരിയാണി ആയിരുന്നു. പിന്നെ നമ്മൾക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, നൂൽ പൊറോട്ട, അതുപോലെ വെജ് കോലാപ്പൂരി ഉണ്ടായിരുന്നു. പിന്നെ ഗോബി 65 ആണെന്ന് തോന്നുന്നു, അതുണ്ടായിരുന്നു. പിന്നെ അച്ചാറും സാലഡും. അത്രയാണ് നമ്മുടെ ഭക്ഷണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ താഴെ ക്രിസ്മസിൻ്റെ കരോളിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ പിന്നെ നാട്ടിലാവുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ, നല്ല രസമാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കരോളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വിക്കിൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ കുട്ടികളായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു, വളരെ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഠായി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോഴത്തേക്കും അവർ പോയി വേഗം. പിന്നെ അവരെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ നമ്മളിപ്പം ചോക്ലേറ്റൊക്കെ കൊടുക്കുകയാണ്. വിക്കിയും അമ്പാടിയും കൂടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവസാനം ഗിഫ്റ്റ് തുറക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ വിക്കിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയം തൊട്ടേ, അതിന് മുന്നേ തൊട്ടേ ആണെന്ന് തോന്നുന്നു, എപ്പോഴാണ് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയതിന് ശേഷം പൊട്ടിക്കാമെന്ന് പറഞ്ഞ് വിക്കി അത്രയും വെയിറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതെല്ലാം പൊട്ടിക്കുകയാണ്. നമ്മളെല്ലാം വിക്കിയും അമ്പാടിയും കൂടിയിട്ടാണ്. അമ്പാടി എൻ്റെ അനിയത്തിയുടെ മോനാണ്. അപ്പം രണ്ടുപേരും കൂടിയിട്ട് നല്ല കൂട്ടാണ്. അപ്പോൾ അവർ ഒരുമിച്ചിരുന്നിട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് കളിക്കണം, അതാണ് മെയിനായിട്ട്. രാത്രി പിന്നെ ഫുൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ലേറ്റായിട്ടൊക്കെയാണ് ഉറങ്ങിയത്. പിന്നെ ഇവർ വല്ലപ്പോഴൊക്കെ അല്ലേ ഒരുമിച്ച് കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളും പിന്നെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വിക്കിക്കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ തീരാണ്. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടം വരെ ക്ഷമയോടെ കണ്ടിരുന്നതിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ബൈ ബൈ. നിഴലോല തുമ്പിൽ താണാടുമ്പോൾ